എടുത്തോ തുടങ്ങിയോ? ഹായ് ഫ്രണ്ട്സ്, അസ്ക സിസ്റ്റേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് വൺസ് മോർ വെൽക്കം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മലയിലേക്കാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ വലിയൊരു മലയാണ്. അപ്പോൾ അവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാ അവിടെ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതാ മല കയറാൻ പോവാണ്. ഇതാ പോകുന്ന വഴിക്ക് ഒരു ഇരുമ്പിപ്പുളീൻ്റെ മരം കണ്ടു. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാമെന്നറിയില്ല. പിന്നെ ഇരുമ്പിപ്പുളി പറിക്കാൻ വേണ്ടി ഞാനും ചാടി കയറി ഇതാ കൈ നിറയെ ഇരുമ്പിപ്പുളി ഒരു 5-6 പറിച്ച് കൈ പിടിച്ച് ഒന്ന് ഞാൻ ചേച്ചിക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ മലേൻ്റെ പോകുന്ന വഴിക്ക് ഇങ്ങനെ തിന്നാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ നിറയെ ഇരുമ്പിപ്പുളിയായിട്ട് താഴ്ത്ത് വന്നു. ഒന്ന് ഞാനെടുത്ത് ഇങ്ങനെ കടിച്ച് നോക്കി. എൻ്റെ മോനെ ഉണ്ടകടാഹം വരെ തരിച്ചു പോകുന്ന പുളി. എന്നാലും കുഴപ്പമില്ല, നാട്ടിൽ തന്നെയുള്ള ഇരുമ്പിപ്പുളിയല്ലേ. അങ്ങനെ ഞങ്ങൾ മല കയറാൻ പോയി. ഇതാ ചേച്ചിയും തിന്നുന്നുണ്ട്. ഇതാണ് മലയിലേക്ക് പോകുന്ന വഴി. ഈ വഴി കൂടിയൊക്കെ പണ്ട് ഞങ്ങൾ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ വെക്കേഷൻ ടൈമിലൊക്കെ മലയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. മലയിൽ പോയി മലേൻ്റെ മുകളിൽ കുറേ പറങ്കിമാവൊക്കെ ഉണ്ട്. പറങ്കിമാവിൻ്റെ മുകളിലൊക്കെ കയറി ഭയങ്കര രസത്തിൽ അവിടെ കുറേ ഇതൊക്കെ ഉണ്ട്. പറങ്കിയണ്ടിയൊക്കെ പെറുക്കി പറങ്കിയണ്ടിയൊക്കെ ചുട്ട് തിന്നാറുണ്ടായിരുന്നു. അങ്ങനെ ഇത് പോകുന്ന വഴിക്കുള്ള ഓരോരോ കാഴ്ചകളാണ്. ചേച്ചി ഇങ്ങനെ ഭയങ്കര രസത്തിൽ കയറി വരികയാണ്. ഇതാ ഈ മലയാണ് ഞങ്ങൾ കയറേണ്ടത്. മഴ പെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കുടയെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഇതാ കിണറൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്കുള്ള കിണറാണ്. മഴ പെയ്യാനായിട്ടുണ്ട്. നല്ല കാറ്റും ഒക്കെ വീശുന്നുണ്ട്. ഞാൻ ഭയങ്കര എന്താ പറയുക ഈസി ആയിട്ട് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് കയറി. ചേച്ചി നീ എങ്ങോട്ടാടി കയറി പോണതെന്ന് വെച്ചാൽ തെങ്ങ് പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കയറി ഞങ്ങളിതാ ഒരു വീട്ടിലെത്തി. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഈ താമസം മാറി വന്ന ആളിൻ്റെ വീടാണ്. അവരിപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല. അവിടെ തേങ്ങയൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. തേങ്ങയൊക്കെ പറിച്ച് അങ്ങനെ ഞങ്ങൾ വഴിയൊക്കെ ഉണ്ടാക്കി പോവാണ്. ഇതൊക്കെ വഴി ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും വീടൊക്കെ ഉള്ളതല്ലേ, ഏതെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും എന്നുള്ള ഒരു മട്ടിൽ അങ്ങനെ പോവാണ്. അങ്ങനെ ഞങ്ങളിതാ വഴിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി ഒരു ഗവേഷക മട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഏതോ ഒക്കെ കാട്ടിലൂടെയൊക്കെ പോവാണ്. പാമ്പൊന്നും ഇല്ലാത്തത് ഭാഗ്യം. അങ്ങനെ ഞങ്ങളിതാ വഴിയൊക്കെ ഉണ്ടാക്കി. ഇതാ ചേച്ചിയും വന്നിട്ട് ഇടയ്ക്ക് മഴ പെയ്തതാ ചേച്ചീനെ മുള്ളു പിടിച്ചു. കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്കിങ്ങനെ കാട് കയറുക, മല കയറുക, കുന്ന് കയറുക, ഇതേപോലെ. അങ്ങനെ കയറി മുകളിലെത്തി ഞാൻ ചേച്ചിനെ വിളിക്കുകയാണ്, വേഗം വന്നു. ഇത് അടുത്ത കിണർ. പിന്നെ ഒരുപാട് കിണറൊക്കെ ഉണ്ട്. ദുരൂഹമായ കിണർ. അയ്യോ ഇത് ഞാനാണ്, ദുരൂഹമായ ഞാൻ. അങ്ങനെ ഇതാ ഒരു വീടിൻ്റെ മുന്നിലെത്തി. അടുത്ത വീട്. ഇത് കുറച്ചും കൂടെ പഴയ വീടാണ്. അങ്ങനെ ഉള്ളോട്ട് പോകും തോറും വീടുകളുടെ പഴക്കം കൂടി വരും. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു വീട്ടിലെത്തി. ചേച്ചി ഇങ്ങനെ ഈ വീട് കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതൊന്ന് വാങ്ങിയാൽ ഒന്ന് അടിച്ച് പൊളിച്ചെടുത്താൽ നാളത്തേക്ക് ഇവിടെ ആളെ കൂട്ടാം. അങ്ങനെ ഇതാ അടുപ്പൊക്കെ കത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഇതാ ഓടൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും ഉടമസ്ഥൻ നല്ല ഉത്തരവാദിത്തപ്പെട്ട ഉടമസ്ഥനാണ്. ഇതാ കതകൊക്കെ അടച്ചിട്ടുണ്ട്. ആർക്കും അങ്ങനെ അത്ര പെട്ടെന്ന് കയറാനൊന്നും പറ്റില്ല. കോളിംഗ് ബെല്ലും വെച്ചിട്ടുണ്ട്. പക്ഷേ കസേരയൊന്നുമില്ല. ചേച്ചി നോക്കി. ആരെങ്കിലും കയറി വന്നിക്കെങ്കിൽ ഇരിക്കാൻ ഒന്നും തന്നെ ഇല്ല. ഒരു ദുരൂഹമായ വീട്, പ്രേത വീട്. പക്ഷേ എന്താ, ആരും വന്നിക്ക് വെള്ളം കുടിക്കാൻ ഇതാ കപ്പ് ഇവിടെ ഉണ്ട്. അങ്ങനെ കപ്പൊക്കെ ഉണ്ട് വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന് ഇതാ വഴിയിൽ കൊടംപുളി കണ്ടു. നിറയെ കൊടംപുളി വീണ് കിടക്കുന്നുണ്ട്. മരത്തിൻ്റെ മുകളിൽ നിറയെ ആണെങ്കിൽ കൊടംപുളി. ചേച്ചി പറഞ്ഞു ഒരു കിലോന് 350 ഉറുപ്പിട്ടാണ് കൊണ്ടുപോയി വിറ്റാലോന്ന്. അതെ, കയറി വന്നതിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഇതാ മരം നിറയെ കൊടംപുളിയൊക്കെ ഉണ്ട്. ചേച്ചി അവിടെ നിന്ന് എന്തോ മുട്ടപ്പഴമാണെന്ന് പറഞ്ഞിട്ട് ഒരു പഴമൊക്കെ എടുത്ത് അത് കടിച്ച് നോക്കുന്നുണ്ട്. അതെന്താ മുട്ടപ്പഴപ്പം കിട്ടുമെന്ന് പറഞ്ഞത്. ആ കടിച്ച് നോക്കി, പക്ഷേ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അണ്ടി പോയി അണ്ണാനെ പോലെ വീണ്ടും മല കയറാൻ പോവാണ്. ഇത് ഞാൻ കയറി പോകുന്നുണ്ട്. ചേച്ചി വയ്യാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു പറ്റൂല, പോകണം. അങ്ങനെ ഞങ്ങൾ പോയി. ഇതാ പൈപ്പ് ഉണ്ട് ഇവിടെ, വെള്ളമൊക്കെ വേണേൽ കുടിക്കാം. ഇതാ പുരക്കാരൊക്കെ ഇവിടെ നിന്നാണ് തോന്നുന്നു വെള്ളം എടുക്കൽ. അങ്ങനെ ഞങ്ങൾ പെരിയ കാടെല്ലാം താണ്ടി പെരിയ മലയെല്ലാം താണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വൃക്ഷങ്ങളൊക്കെ കാണാം. ചെറിയ വൃക്ഷങ്ങളും കാണാം. ഇതാ ചേച്ചിയുണ്ട് വരുന്ന. ചേച്ചിക്ക് ആ മരം വല്ലാതെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ആടി നിൽക്കുന്നുണ്ട്. അങ്ങനെ വന്ന് എന്നെ ഒരു നോട്ടമൊക്കെ നോക്കും. അങ്ങനെ ഞങ്ങളിതാ ഒരു മരമൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇതാ പോയിക്കൊണ്ടിരിക്കുക രണ്ടുപേരും. ടൊയിങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞതൊക്കെ പാമ്പിൻ്റെ പുറ്റാണ്, വെറുതെ അതിലൊന്നും നടക്കണ്ട, പാമ്പിൻ്റെ കടി കൊള്ളുന്നു. എന്നാലും ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നു. ഇത് വേറൊരു വഴിയാണ്. ഇത്ര വിജൃംഭിച്ച കാടൊന്നുമല്ല. കുറച്ചിതാ ചക്കയൊക്കെ ഉണ്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന ചക്കയൊക്കെ ഉള്ള കാടാണ്. അങ്ങനെ ഞങ്ങളിതാ പോയി നടന്ന് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുറച്ചിതാ മരം ചാടുന്ന ഷോട്ടുകളൊക്കെ ഉണ്ട്. മരം ചാടുന്നതല്ല, മരത്തിൻ്റെ മുകളിൽ കൂടെ ചാടുന്നത്. അങ്ങനെ ഇതാ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയി ഞാൻ ചേച്ചീനെ ഇങ്ങനെ വിളിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ഇത് പണ്ട് ഇവിടെ കടയായിരുന്നു. കുറേ സാധനമൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏട്ടനൊക്കെ ഇവിടെ വന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആർക്കറിയാം. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ നാട്ടിക്കല്ല് എന്ന് വെച്ചാൽ ഭയങ്കര പുരാതനമായിട്ടുള്ള ഒരു മോനുമെൻ്റാണ്. അപ്പോൾ ഈ നാട്ടിക്കല്ലെന്ന് വെച്ചാൽ നാട്ടിലെ ഒരു പ്രദേശത്തെ ആൾക്കാർ മൊത്തം ആരാധിക്കുന്ന ഒരു ഇതാണ്. ഇവിടെ ഒരു ഭഗവതീൻ്റെ ഒരു അമ്പലമൊക്കെ ആയിട്ടൊരു കാവാണിത്. ഭയങ്കര പ്യുവറായിട്ടുള്ള ഒരു കാവാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇരുമ്പിപ്പുളിയൊക്കെ തിന്നു. എൻ്റെ ഫ്രണ്ടിൽ ഒരു ഇരുമ്പിപ്പുളി തിന്നണം എന്നുള്ളത് എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ തിന്നതാ. അമ്പലത്തിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. കല്ലിൻ്റെ വിളക്കാണ്. ഇതല്ല, ഇത് കാല്.
അങ്ങനെ ഇതാ ഞാൻ ചേച്ചീനെയും കൂട്ടിയതാ അമ്പലത്തിലേക്ക് നടന്നു പോവാണ്. അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇരുമ്പിപ്പുളിയൊക്കെ ഇങ്ങനെ കയ്യിലുണ്ട്. അങ്ങനെ ഇതാണ് നാട്ടിക്കല്ല്. കണ്ടോ, പ്രത്യേകിച്ച് ഒന്നിൻ്റെയും സപ്പോർട്ടൊന്നും ഇല്ലാതെ ഒരു കല്ല് അങ്ങനെ പാറേൻ്റെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. നല്ല ഹൈറ്റുള്ള കല്ല്. ഇതാ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ചിരാതുകളൊക്കെ ഉണ്ട്. ചിരാതിൽ ഇങ്ങനെ അട്ടയൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാവിൻ്റെയൊക്കെ ഒരു പ്രതീതി, അതായത് അത്രയും പ്യുവറായിട്ട് കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു കാവ്. അവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വലിയ ഉത്സവം നടക്കും. ഇതിൻ്റെ താഴെ ഒരു അമ്പലമാണ്. അമ്പലത്തിൽ ഇങ്ങനെ ഉത്സവം നടക്കും. ഉത്സവം നടക്കുമ്പോൾ ആന ഈ മലയൊക്കെ കയറി വന്ന് ആന ഇത് ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. ആന എഴുന്നള്ളത്ത് നടത്തുന്ന ഒരു അമ്പലമാണ്. ഇപ്പം കുറച്ച് കാലമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. കാരണം ആനേൻ്റെയൊക്കെ കുറച്ച് പ്രശ്നം, അങ്ങനെ മൃഗങ്ങളുടെയൊക്കെ ഒരു അങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ കാണാൻ വേണ്ടി പണ്ട് ചെറുപ്പത്തിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകണം. അങ്ങനെ ഞങ്ങളിപ്പം കയറി വന്ന അത്രയും ദൂരം തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പം ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനും ചേച്ചിയും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പുതിയ ഒരു വ്ളോഗ് നമുക്ക് കാണാം. ഇപ്പം ഓക്കെ, ബായ് എല്ലാവർക്കും. ബായ്, സബ്സ്ക്രൈബ്.